അമൃതേശ്വരി നമഃ. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ സ്ഥാംസിദിഷ്ട്രസ്സ ഭാരത. അല്ലയോ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും താൽക്കാലികം മാത്രമാണ്. മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതികൾ സ്ഥിരങ്ങളല്ലല്ലോ. അതുപോലെ ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാവുന്ന അനുഭൂതികളും സ്ഥിരങ്ങളല്ല. ഏതാണ് ഇന്ദ്രിയങ്ങൾ? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5. അവ കൊണ്ട് ഗ്രഹിക്കുന്നതോ രൂപം, ശബ്ദം, ഗന്ധം, രസം, സ്പർശം. ഇവയല്ലേ ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള സമ്പർക്കമാണ് എല്ലാ അനുഭവങ്ങൾക്കും കാരണമായത്. വിഷയേന്ദ്രിയ സമ്പർക്കം ഏവർക്കും സ്ഥിരമല്ല. അതുകൊണ്ട് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെല്ലാം ആഗമോ പായനോ അനിത്യാഹ. വന്നും പോയും ഇരിക്കുന്നതെല്ലാം സ്ഥിരമല്ല എന്നർത്ഥം. ഈ ജ്ഞാനം ഉള്ളിൽ നിറഞ്ഞാൽ ഇവയോടുള്ള സ്നേഹദ്വേഷങ്ങൾ കൈവിടാമെന്നാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ 14-ാമത്തെ ശ്ലോകമാണിത്. തൻ്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാവുന്ന സുഖദുഃഖങ്ങളെ സഹിക്കാൻ നാം പഠിക്കണം. മാത്രമല്ല, വിജ്ഞാന സമ്പാദനത്തിനായി തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മികമായ നിയമങ്ങൾ അനുസരിക്കുകയും വേണം. മായാബന്ധങ്ങളിൽ നിന്ന് ഒരാൾക്ക് മുക്തി പ്രാപിക്കാൻ ഭക്തി കൊണ്ടും അറിവുകൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ സാധിക്കൂന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. നല്ല തണുത്ത് വിറയ്ക്കണ പ്രഭാതത്തിലും നാം കുളിക്കാറില്ലേ? കടുത്ത് വേനൽച്ചൂട് നാം സഹിക്കാറില്ലേ? നമ്മുടെ കടമ നിർവഹിക്കാൻ ഈ അസൗകര്യങ്ങൾ നമുക്ക് തടസ്സങ്ങളല്ലല്ലോ. ഇതിലൂടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ധർമ്മത്തിന് വേണ്ടി യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നാലും അർജുന, നീ അത് ക്ഷത്രിയ ധർമ്മമായി കരുതണം. ഒരു കൊച്ചു പുൽമാമ്പിൻ തുമ്പത്തിങ്ങിറ്റുന്ന ഒരു മഞ്ഞു തുള്ളിക്കു തുല്യൻ ഞാനൊരു മഞ്ഞു തുള്ളിക്കു തുല്യൻ. ക്ഷണനേരം നിലനിന്നു തകരുമേ ഹിമഗണം ഉലകത്തിൻ കഥയെന്തറിഞ്ഞു നെടിയ കാലത്തിൻ ഗതിയെന്തറിഞ്ഞു. നീർക്കുമലയ്ക്ക് തുല്യമായ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊട്ടും സമയം പാഴാക്കാനില്ല. ഈശ്വര ചിന്തയോടെ കർമ്മങ്ങളെ പരിശുദ്ധമാക്കിയാൽ നിത്യമായ പരമാത്മാവിനെ പ്രാപിക്കാം. ഓം അമൃതേശ്വരി നമഃ.